അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആ കാക്ക ആരാണ് എന്നാണ് ചോദ്യം. അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആർക്കായിരിക്കും സാധ്യത? അവസാന നിമിഷം കടുത്ത മത്സരമാണ്. LDF-ന് തന്നെയായിരിക്കും. ആണോ? ചേട്ടൻ ഒന്ന് മുമ്പോട്ട് വന്നേ. കുറച്ച് നേരമായിട്ട് ചേട്ടൻ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. മൊത്തത്തിൽ എങ്ങനെയാണ് ജീവിതം പോകുന്നത്? ജീവിതം ഞാൻ ഒരു കർഷകനാണ്. ഞാൻ എൻ്റെ 13 വയസ്സിൽ ഞാൻ കലപ്പ പിടിക്കാൻ ഇറങ്ങിയതാണ്. 13ാമത്തെ വയസ്സിൽ. എത്ര വയസ്സിൽ പഠിച്ചു? എത്ര ക്ലാസ് വരെ പഠിച്ചു? ക്ലാസ് 3 വരെ പോയുള്ളൂ. 3ാം ക്ലാസ് വരെ. അപ്പൊ അത് കഴിഞ്ഞ് കലപ്പ അച്ഛൻ്റെ കൂടെ പൂട്ടാറങ്ങി. അച്ഛനാണ് പൂട്ട്. അച്ഛൻ്റെ കൂടെ കലപ്പ പിടിച്ച് അച്ഛൻ കയറി ഇരിക്കുമ്പോൾ ഞാൻ പൂട്ടും മരമടിക്കും. ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ വന്ന് അതിപ്പോൾ നെൽകൃഷി ഞാൻ ഇതിനിടയ്ക്ക് വെളിയിൽ 3-4 കൊല്ലം വെളിയിൽ പോയി മസ്കറ്റിൽ. പോയ സമയത്ത് 94 ഞാൻ പോയത്. അപ്പോഴും നെൽകൃഷിയായിരുന്നു ഇവിടെ. നമ്മളെ ഈ കളത്ത് വേലയാണ്. അരുവിക്കര പഞ്ചായത്ത് കാറ്റാണി വാർഡാണ്. തിരിച്ചു വന്നപ്പോൾ വാഴപ്പണയായി. അതായത് ഗൾഫിൽ പോയി തിരിച്ചു വന്നപ്പോൾ നെല്ല് പോയി വാഴപ്പണയായി. അപ്പൊ അവിടെ പച്ചക്കറി, മരിച്ചിനി, വാഴ ഇങ്ങനെയുള്ള ഭാഗങ്ങളായി. ഞാനും 10-15 വർഷം നിലം പാട്ടമെടുത്ത് എനിക്ക് സ്വന്തം ഒരു 10-50 സെന്റ് പേരുടെ ഉണ്ട്. ഇതിൽ കൃഷി തുടങ്ങി. കൃഷി തുടങ്ങിയപ്പം അരുവിക്കര ഫാർമസി ബാങ്കുകാർ എന്നെ തെരഞ്ഞു പിടിച്ച് വന്ന് എനിക്ക് വേണ്ട സഹായങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. തുച്ഛമായ പലിശ വാങ്ങിക്കോളൂ. കണ്ടമാന പലിശയൊന്നും വാങ്ങിക്കില്ല. ഒരാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു കർഷകനൊരു ബാങ്ക് സഹായിച്ച് കുഴപ്പമില്ലാതെ പോകുന്നു. അവര് ആണോ? ബാങ്ക് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. ബാങ്ക് പ്രസിഡന്റ് കൊള്ളാം കേട്ടോ. അപ്പൊ വലിയ രീതിയിൽ നിങ്ങൾ സർഫാസി നിയമത്തിലൊന്നും നിങ്ങളെ പെടുത്തിയിട്ടില്ല, കുരുക്കിയിട്ടില്ല? ഇല്ല, ഇന്നുവരെ ഇല്ല. യഥാർത്ഥത്തിൽ സാറേ ലോണിന്റെ അടവ് മുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വലിയ രാഷ്ട്രീയ അറിഞ്ഞൂടെ ഞാൻ തുറന്നു പറയാം. ഞങ്ങളെ പഴയ മുമ്പ് MLA ശബരിയാനന്ദിനെ ഞാൻ കൈ കൊടുത്തതിനൊക്കെ അങ്ങനെ കൈ തിരിച്ചെടുത്തോണ്ട് പോയി. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ എന്റെ വോട്ടും കൂടെയാണ് ജയിച്ചത്. എന്റെ വോട്ട് മാത്രം പിടിക്കാൻ പറ്റി വന്നാൽ പോരാ. അതിനുള്ള പ്രാച്ചിത്വ അനുഭവങ്ങളും കൂടെ കുരു നമുക്ക് അത് മറ്റെന്തെങ്കിലും അസൗകര്യം ശബരിക്കുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ പ്രശ്നമല്ല, ഇപ്പോഴും അത് നല്ലൊരു കാര്യം. ബാങ്ക് നന്നായി സഹായിക്കുന്നു. നല്ല രീതിയിൽ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറി അതിലുള്ള ഭാരവാഹികൾ ജോലി ജീവനക്കാർ. ഫാർമേഴ്സ് ബാങ്കാണ്. എത്ര ശതമാനം പലിശ എനിക്ക് തുച്ഛമായ എല്ലാം കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ലാഭമാണോ കൃഷി? നഷ്ടമുണ്ട്. എങ്കിലും ബാങ്കിന്റെ ഭാഗത്ത് സമ്മർദ്ദമില്ല. അത് നല്ല കാര്യം. ബാങ്ക് പ്രസിഡന്റ് എല്ലാ ബാങ്ക് പ്രസിഡന്റുമാർക്കും താങ്കളൊരു മാതൃകയായിരിക്കട്ടെ. കർഷകരെ പിഴിയാത്തൊരു ബാങ്ക് എന്ന രീതിയിൽ ഫാർമേഴ്സ് ബാങ്ക് അല്ലേ? അരുവിക്കര ഫാർമേഴ്സ് സർവീസ് ബാങ്ക് ഈ പ്രദേശത്തെ കൃഷിക്കാർ നന്നായി കണ്ടോണ്ടിരി ആൾക്കാരെല്ലാം വരും കേട്ടോ. നന്നായി സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും വായ്പ കൊടുക്കുന്നുണ്ട്. കൃഷി വായ്പ കുറഞ്ഞ പലിശയും കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മുമ്പിലെ തൊട്ടപ്പുറത്തെ കണ്ടല എന്ന് പറയുന്ന സഹകരണ ബാങ്ക് ഉണ്ട്. അവിടെ ഒരു ഭാസുരാങ്കനുണ്ട്. ആ ഭാസുരാങ്കന്റെ മുന്നിൽ നിങ്ങളൊക്കെ ദൈവമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഒരു കാര്യം കൂടി എനിക്കൊരു ഏറ്റവും നല്ല നിലയിൽ കൃഷിക്കാർ സഹായിക്കുന്ന ഇവിടെ പശു വളർത്തുന്നവർക്കും ആട് വളർത്തുന്നവർക്കും കോഴി വളർത്തുന്നവർക്കും പന്നി വളർത്തുന്നവർക്കും ഒക്കെ സഹായമുണ്ട്. എൻ ഭാസുരാങ്കൻ പശു വളർത്തുന്നത് എങ്ങനെയാണെന്നറിയോ? എൻ ഭാസുരാങ്കൻ സ്വന്തം പേര് പശുവില്ല, ജോൺസന്റെ പേര് പശുവിനെ വാങ്ങിക്കും. എൻ ഭാസുരാങ്കന്റെ പേര് പാലളക്കും. അതുപോലെ വ്യക്തിപരമായ ആളുകളെ ചില പരാമർശം വെച്ചിട്ട് മറ്റു ബാങ്കുകൾ അളക്കരുത്. ഫാർമേഴ്സ് ബാങ്ക് വ്യത്യസ്തമാണ്. ഇവിടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ സംഘടനയാണ് സഹകരണ ബാങ്ക്. ആ ബാങ്കിനെ പൊളിക്കാനാണ് BJP നിൽക്കുന്നത്. അതിനുവേണ്ടി ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ചെഴുതുകയാണ്. അത് കരുവന്നൂർ കാണിക്കുന്നുണ്ട്, കണ്ടളയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. പക്ഷേ അരുവിക്കരയിലെ ഫാർമേഴ്സ് ബാങ്ക് വ്യത്യസ്തമാണ്. പക്ഷേ കേരളത്തിലെ ശക്തമായ സഹകരണ പ്രസ്ഥാനത്തെ വളർത്താനുള്ള മന്ത്രിയുണ്ട്. അത് ശക്തിപ്പെടുത്തുന്ന ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ സംഗീത സംവിധായകൻ പേര് ഗോപൻ സാഗരിക. ചെറിയൊരു ശാരീരിക അസ്വസ്ഥതയുണ്ട്. പണ്ട് ഒരു കാലത്ത് എന്തിനാ സംവിധാനമൊക്കെ ചെയ്തിരുന്നത്? നാടക പാട്ടാണോ സിനിമാ പാട്ടാണോ? സിനിമാ പാട്ട് ചെയ്തിട്ടുണ്ട്. ഏത് സിനിമ? ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റെഡ് സിഗ്നൽ, ഇപ്പോൾ റിതം ഇറങ്ങി, സ്നേഹതീർത്ഥം അല്ലേ? സ്നേഹതീർത്ഥം 5ഓളം സിനിമ ഇറങ്ങിയ സിനിമ. എവിടെയാ സ്വദേശം? എവിടെയാ? ഉരുട്ടമ്പലം, തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്ത്. എങ്ങനെ പോകുന്നു ഇപ്പൊ ജീവിതമൊക്കെ? നന്നായിട്ട് പോകുന്നു. പാട്ടോ കവിതയൊക്കെ ഇടയ്ക്ക് ഇപ്പം ചൊല്ലാറൊക്കെ ഉണ്ടോ? ജോസാഗർ തന്നെയാണ് അതിന്റെ ഒരു ജോസിന്റെ സഖ്യകക്ഷിയാണ്. 5 സിനിമയിലും ജോസിനെ കൊണ്ടാ പഠിപ്പിച്ചത്. നാട്ടുകാരെ കൊണ്ട് പാടി നാട്ടുകാരുടെ ശബ്ദം കേട്ടു. അപ്പൊ സംഗീത സാന്ദ്രമായ ഒരു പ്രദേശം കൂടിയാണ് അരുവിക്കര അല്ലെ? ഇനി ഇവിടെ നാടൻ പാട്ട് പാടുന്ന ഒരു കലാകാരൻ കൂടി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. വിനോദം ഉണ്ട്. എന്തോ ചേട്ടൻ എന്തൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഇവിടെ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇപ്പൊ കോൺഗ്രസും വർഗീയ കക്ഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. SDPയുടെ പിന്തുണ കോൺഗ്രസിനാണ്, വർഗീയ കക്ഷിയായിട്ടുള്ള SDPയുടെ പിന്തുണ കോൺഗ്രസിനാണ്. RSS അത് കോൺഗ്രസ് അങ്ങോട്ട് അഭ്യർത്ഥിച്ചതല്ല, അവർ കൊടുത്തതാ. അത് വേണ്ടെന്ന് പറയാമല്ലോ. മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അതുപോലെ പറയാൻ ഇപ്പൊ തയ്യാറാവുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പൊ അരുവിക്കരയിൽ തന്നെ ഒരു
അരുവിക്കര മണ്ഡലം പ്രസിഡന്റ് ഒരു കളത്തറ മോഹനുണ്ട്. പുള്ളി കോൺഗ്രസ്സുകാരെ വിളിച്ച് ഫോണിൽ കൂടി സംസാരിച്ചു, പിന്നെ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായോ? അത് റിപ്പോർട്ടർ നമ്മളാണ്. ശരിയാ അതാരാ കക്ഷി? അങ്ങനെ വല്ല സംഭവം ഉണ്ടായിരുന്നു? മണ്ഡലം പ്രസിഡന്റ് ഒന്നുമല്ല മോഹനൻ, സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്. അരുവിക്കര പഞ്ചായത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിച്ചതാണ്. ആണോ? അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ മത്സരിച്ച ഒരു കോൺഗ്രസ് നേതാവ് BJPക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ചാനലിലാണ്, റോഷുപാലാണ് വാർത്ത. അദ്ദേഹത്തിന്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നെന്ന് പറഞ്ഞു ചാനൽ ഞങ്ങളും കണ്ടു. പക്ഷെ അതൊന്നും അഭിപ്രായ വ്യത്യാസമല്ല, BJPക്ക് വോട്ട് കൊടുക്കണം. അത് ഇടതുപക്ഷത്തിന് ഇപ്പൊ ഒരുപാട് പേര് BJPയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിനെ തടയിടാൻ വേണ്ടി പിന്നെ മണമൂർ തെരഞ്ഞെടുപ്പിൽ 250ഓളം വോട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് പോയി. അപ്പൊ അത് അവർക്കറിയാം. അപ്പൊ അങ്ങനെ ഇടതുപക്ഷം ഇവരുടെ ധാരണയിലായതിന്റെ പേരിലാണ് BJP അവിടെ ജയിച്ചത്. അപ്പൊ കോൺഗ്രസിന്റെ എങ്ങനെയെങ്കിലും തകടം പറിക്കുക, ഇത് മാത്രമല്ല. ഇവരെല്ലാം അഴിമതികളും മൂടി വെക്കുക. ഇവിടെ വാട്ടർ വർക്സിലെ വെള്ളത്തിന്റെ സ്ഥിതി നമുക്ക് അരുവിക്കര 200 മീറ്റർ 300 മീറ്റർ ദൂരെയുള്ള വട്ടക്കുളം ജംഗ്ഷൻ ഇപ്പുറം ഇതുവരെയും വെള്ളം കിട്ടായിരുന്നു. 15-16 ദിവസം വരെ സമരം ചെയ്തു. അപ്പൊ അതായത് ഈ മണ്ഡലത്തിൽ നിന്ന് BJPക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ചില കോൺഗ്രസ്സുകാരുണ്ടോ? ഇല്ല. അല്ല തെളിവുണ്ട്. എനിക്കെതിരെ മത്സരിച്ച ആളാണ് മുണ്ടാല മോഹനൻ. അയാളാണ് ഇതിന് ഇങ്ങനെ അങ്ങനെ എന്തിനാ കൊടുത്തത്? അയാള് ഒരു വാർഡ് പ്രസിഡന്റ് അല്ല, ഒരു പാർട്ടി രാഷ്ട്രീയ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു സ്ഥാനം അയാൾക്കില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അയാള് സ്വന്തമായി കുറെ കാശും കൊണ്ടുവന്നിട്ട് ജോലി ചെയ്തു. പക്ഷെ അയാൾ തോറ്റുപോയി. അയാളെ തോപ്പിച്ചു. നമ്മൾ പാർട്ടിന്ന് പുറത്താക്കി നിർത്തി. അയാൾ സംസാരിച്ചു. ആ സംഭാഷണത്തിന്റെ ഈ മോഹൻകുമാറുമായിട്ടുള്ള സംഭാഷണത്തിന്റെ മറുതലക്കലുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരന്റെ കൈ അടിച്ചൊടിച്ചു ഇവന്മാരെല്ലാം കൂടെ. അതാണ് അവസ്ഥ. ആണോ? മറുതലക്കലുണ്ടായിരുന്ന ആൾക്കാരെ കേരള സദസ്സിന് 10,000 രൂപ പിരിവ് കൊടുത്ത ആളാണ് ഈ മോഹനൻ സാർ. 50,000 രൂപ പിരിവ് കൊടുത്തു. ബാങ്കും കൂടെ കൊടുത്തു. 60,000 രൂപ കൊടുത്തു. രണ്ടുപേരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. മനസ്സിലായോ? അതായത് മോഹനും ഇവരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്. ഞങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എനിക്കെതിരെ മത്സരിച്ച ആളാണ്. സാറിന്റെ വാട്സാപ്പിൽ അതിന്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. ആ റെസിപ്റ്റിന്റെ ജനസദസ്സിൽ എന്തായാലും കോൺഗ്രസിന്റെ ഈ മോഹൻ എന്ന് പറയുന്ന കഥാപാത്രം പരോപകാരിയാണല്ലോ. ശരി. അപ്പൊ നമുക്ക് വിനോദ് വാഴച്ചാൽ ഒരു കക്ഷിയുണ്ടല്ലോ ഇവിടെ, നമ്മുടെ നാടൻപാട്ടുകാരൻ ചേട്ടനാണ് വിനോദ്. നമസ്കാരം. വിനോദ് വാഴച്ചാൽ നാട്ടപ്പഴേ. നമ്മുടെ പേരെന്താ? എന്റെ പേര് സോമൻ. എന്ത് ചെയ്യുന്നു? ഞാൻ കൂലിപ്പണിക്കാരനാണ്. എങ്ങനെ പോകുന്നു ജീവിതം? ഞാനൊരു വികലാംഗനാണ്. ഫിസിക്കലി ഹാൻഡിയാപ്പെട്ട് കുഞ്ഞിലെ ഉണ്ടായതാണ്. ഇവിടെ വികസനമാണ് ചർച്ച ചെയ്തത്. വികസനം ചർച്ച ചെയ്തപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അമ്പല സംരക്ഷകരും ഇവിടെ ജനപ്രതിനിധികളും പഞ്ചായത്തിന് പോലും ചെയ്യാമെന്ന ഒരു കാര്യം. ഇവിടെ മുതൽ ചരിത്ര പ്രാധാന്യമുള്ള അമ്പലമാണ് ഈ അരുവിക്കര ഭഗവതി ക്ഷേത്രം. ഇവിടെ നിന്ന് അടുത്ത് പോകുന്ന ഒരു പൈപ്പ് ലൈൻ പോകുന്ന വാനക്കുഴിയാണ്. ഈ വാനക്കുഴി കാണാൻ വേണ്ടി വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നവർ കാണാതെ പോകില്ല. ഇന്ന് സാറിന് ഇവിടെ മുതൽ അങ്ങറ്റം വരെ പോയിട്ട് വരാമെങ്കിൽ ദേശീയ അവാർഡും സാർ അർഹനാകും. പോകണം. ചാക്ക് കെട്ടുകളും മാലിന്യം നിറഞ്ഞു മൂടിക്കിടക്കുന്നു. 25 ലക്ഷം രൂപ പഞ്ചായത്ത് ശ്രദ്ധിക്കണം. 25 ലക്ഷം രൂപ കുമ്മിയിൽ മുടക്കി ആ പാർക്ക് നന്നാക്കിയപ്പോൾ 1 ലക്ഷം രൂപ അതിൽ ഇവിടെ മുടക്കിയായിരുന്നെങ്കിൽ ഈ വിശ്വാസികളെയും ബാക്കിയുള്ളവരെ രക്ഷിക്കാം. സംശയമില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സാധ്യത എന്താ? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF അനുകൂലം. കാരണം അനുകൂലം. അതിന് കാര്യം പറയാനുണ്ട്. ഈ പറയുന്ന ഈ അരുവിക്കര പഞ്ചായത്ത് ഇത്രയും വീടുകൾ പാവപ്പെട്ടവർ കൊടുത്തു. 4 ടാർപ്പേരടി കിടന്നുറങ്ങിയ എനിക്ക് വീട് അനുവദിച്ചു. 40,000 രൂപ തന്നു. 40,000 രൂപ തന്നു. ഇന്ന് വരെ ബാക്കി കിട്ടിയിട്ടില്ല. ബാക്കി പണം കിട്ടിയിട്ടില്ല. ലൈഫിൽ ബാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ വാർഡാണ്. ഈ കഴിഞ്ഞ 2 ഭരണസമിതി ഇരുന്ന സമയത്തും അതായത് വാർഡ് മെമ്പർ ചോദിച്ചിരിക്കുന്ന UDFന്റെ മെമ്പർ എന്ന സമയത്ത് അവർക്കൊരു വീട് കിട്ടിയിട്ടില്ല. ഇപ്പൊ വീട് ഞാൻ കൊടുത്തു. ഫസ്റ്റ് ഗഡു പൈസയും കിട്ടി. അതായത് LDFന്റെ വാർഡ് മെമ്പർ വന്നപ്പോഴല്ലേ വീട് കിട്ടിയത്? നേരത്തെ കിട്ടിയിട്ടുണ്ട്. 18,000 രൂപയുടെ വീട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 40,000. ഇപ്പം കിട്ടുന്നത് ലൈഫിലെ വീട്. കിട്ടുന്നു. കിട്ടിയ 40,000 രൂപ കിട്ടി. രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ഇവിടെ പലർക്കും സുഖമുള്ളവർക്കും അല്ലാത്തവർക്കുമായവർക്കും 3ാം ഘട്ട പൈസ കൊടുത്തു. നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്തുകൊണ്ട് 2ാം ഘട്ടം കൊടുത്തില്ല എന്നാണ് ചോദ്യം. 2ാം ഘട്ടം ഉടനെ കൊടുക്കും. അപ്പൊ സന്തോഷമായിക്കോളും. അപ്പൊ ഹാപ്പി ആയിക്കോളും. അപ്പൊ നമ്മുടെ
വിനോദ് ഒരു നാടൻപാട്ട് കലാകാരനാണ്. അപ്പോൾ നമ്മൾ കലാകാരന്മാര്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവര്, കർഷകര്, വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അരുവിക്കരയിൽ. വിനോദ്, എവിടെ വീട്? എന്റെ വീട് വാഴ്ചലാണ്. വാഴ്ചലാണ്. സുഖമായിരിക്കുന്നു? സുഖമാണ്. പക്ഷെ ഇവിടെ എന്താ കാട്ടാക്കടയിൽ എന്താ ഒരു? ഞാന് അരുവിക്കരയില് അരുവിക്കര, ഇതിന്റെ ഒരു സൈഡ് നമ്മളവിടെ തന്നെയാണ്. ഓ, ആ വാഴച്ചാൽ, മറ്റേ അതിരപ്പള്ളി വാഴച്ചാൽ അതല്ല, വാഴ്ചൽ, അമ്പൂരി വാഴ്ചലാണ്. 2 സ്ഥലങ്ങളുണ്ടല്ലേ? അതെ 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 അതെ. അപ്പോൾ ഞാനൊരു മിമിക്രി, വാഴ്ചൽ ഞാനൊരു മിമിക്രിക്കാരനാണ്. ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തിന്റെ നിത്യഹരിനായകൻ ശ്രീ പ്രേം നിസാറായിരുന്നു. സ്നേഹം നിറഞ്ഞ എൻ്റെ മലയാളി സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ അരുവിക്കര മണ്ഡലത്തിൽ ഇലക്ഷൻ ഇഞ്ഞടുത്തിരിക്കുകയാണ്. സഹാവ് ജോയി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രതീക്ഷ. അല്ലാതെ നമ്മുടെ ദേശീയ ഗാനം നല്ലതുപോലെ പാടാൻ അറിഞ്ഞുകൂടാത്ത കോൺഗ്രസ് ജനിച്ചിട്ട് എന്ത് കാര്യം? എല്ലാവരും ഒന്ന് ചിരിച്ച്, അയ്യോ അങ്ങനെയല്ല, അതിങ്ങനെ തിരിച്ച് കോൺഗ്രസിനെ പറഞ്ഞിട്ട് പോയാ മതി. കുടുങ്ങി. അടൂർ പ്രകാശിനെ കുറിച്ച് പറയണം. അടുത്തതായി അടുത്തതായി എത്തിയത് നമ്മുടെ മലയാളത്തിന്റെ ഷീല ആയിരുന്നു. മലയാളത്തിന്റെ ചെമ്മീൻ എന്ന ചിത്രത്തിലൂടെ മലയാളിയുടെ മനസ്സിനെ കീഴടക്കിയ ഷീല. പ്ലീസ് പറഞ്ഞോ. കൊച്ചുമുരാളി, അങ്ങെന്താണ് ഈ പറയുന്നത്? അങ്ങേ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്നു. അയ്യോ ബാപ്പ, അങ്ങയുടെ കയ്യിൽ നിന്നും വെള്ളവും മലി മേടിക്കാൻ കാശ് മാറ്റുള്ള സത്യമാണ്. അയ്യോ, ഇവിടുന്ന് പോകൂ. ഓക്കെ, അപ്പോൾ ഇതൊരു കാര്യം, നമ്മൾ അതിനകത്തൊരു പ്രതിഷേധം നമ്മൾ അറിയിക്കുകയാണ്. അതായത് നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് മാത്രം അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ മറുഭാഗത്തേക്ക് ഒരു ശബ്ദം കൂടി പറഞ്ഞോളൂ, അത് പറഞ്ഞിട്ട് പോവാം അല്ലേ? അല്ല, അപ്പോ ഇവരുടെ അഭിപ്രായത്തിൽ ഞാൻ ഒരു ശബ്ദത്തിൽ നമ്മുടെ അടൂർ പ്രകാശൻ സാറിനെ ഒന്ന് സഹായിക്കണം. നമ്മൾ മറ്റു രാഷ്ട്രീയം കൂടി പറയുന്നു, അത്രേ ഉള്ളൂ. കലാകാരൻ പറയും. ഇതിനൊക്കെ ഞാനിപ്പോ ഒരു പ്രതിസന്ധിയിലാണ്. അടുത്ത ശബ്ദം ജഗദീഷ് ശ്രീകുമാർ. എന്റെ മുരുപ്പൻ അമ്മച്ചി, ഞാൻ നസീറിന്റെ സൗണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. എന്റെ അത്തിപ്പറ അമ്മച്ചി, ഈ ഗ്യാസിന്റെ അസുഖമുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പരിപ്പ് കടലെന്ന് കഴിക്കുന്നതെന്നും. അടൂർ പ്രകാശ് സാറ് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും പോരെ. എന്റെ അത്തിപ്പറ അമ്മച്ചി, വായു. നമ്മുടെ മലയാളത്തിന്റെ കമലഹാസനായിരുന്നു എത്തിയത്. കമലഹാസൻ. മുരളിയേട്ടനെ പറയണം. அப்படியான கண்மணி அன்போடு காதலன் நான் எழுதும் லெட்டர் கடிதம் இருக்கட்டும், படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டால படிச்சிட்டியா? அப்போ பொன்மணி வீட்டு சௌக்கியமா? நான் உங்க சௌக்கியம். பொன்மணி என் வீட்டு சௌக்கியமா? நான் இங்க സൗഖ്യമേ. അരുവിക്കരയിലുള്ള എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇലക്ഷൻ വരും, വീണ്ടും പോവും, വീണ്ടും വരും, വീണ്ടും പോവും. എല്ലാവരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും എല്ലാം ഒരുപോലെ ഒരു കൈയായിട്ട് നിൽക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. അതാണ്. അപ്പൊ സന്തോഷമായി, ഒരു കൈയായി നിൽക്കട്ടെ എന്നുള്ളതാണ്.